ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിന്റെ കോപ്പറേറ്റീവ് ലേയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത് റൂൾ 29 മുതൽ 32 വരെയുള്ള ഭാഗമാണ്. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് റൂൾ 33യും അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള അമെൻമെന്റ്സുമാണ് ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്താണ് റൂൾ 33? റൂൾ 33 എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ആൻഡ് റിട്ടേൺസ് ടു ബി ഫർണിഷ്ഡ് ബൈ സൊസൈറ്റി. അതായത് എന്താണ്, എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളും അവരുടെ സ്റ്റേറ്റ്മെന്റ് ആൻഡ് റിട്ടേൺസുകൾ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, നമുക്ക് രജിസ്ട്രാറിന് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് റൂൾ 33യിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. റൂൾ 33 സ്റ്റേറ്റ്മെന്റ് ആൻഡ് റിട്ടേൺസ് ടു ബി ഫർണിഷ്ഡ് ബൈ സൊസൈറ്റി. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കൺസേൺ സെക്ഷൻ ആണ് സെക്ഷൻ 66C. എന്താണ് സെക്ഷൻ 66C? സബ്മിഷൻ ഓൺ റിട്ടേൺസ് ടു ദി രജിസ്ട്രാർ. അതായത് റൂൾ 33യുമായി ബന്ധപ്പെട്ട് വരുന്ന കൺസേൺ സെക്ഷൻ ആണ് സെക്ഷൻ 66C. സ്റ്റേറ്റ്മെന്റ് ആൻഡ് റിട്ടേൺസ് ടു ബി ഫർണിഷ്ഡ് ബൈ സൊസൈറ്റി അല്ലെന്നുണ്ടെങ്കിൽ സബ്മിഷൻ ഓൺ റിട്ടേൺസ് ടു ദി രജിസ്ട്രാർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളും ഫിനാൻഷ്യൽ ഇയർ അവസാനിച്ച് 6 മാസത്തിനുള്ളിൽ ആ സൊസൈറ്റിയുടെ എല്ലാ സ്റ്റേറ്റ്മെന്റുകളും എല്ലാ സ്റ്റേറ്റ്മെന്റ് ഓഫ് റിട്ടേൺസുകളും എന്ത് ചെയ്യണം, രജിസ്ട്രാറിന് മുന്നിൽ ഹാജരാക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് റിട്ടേൺസുകൾ ആര് അപ്രൂവ് ചെയ്തതും കൂടി ആയിരിക്കണം. കമ്മിറ്റി അപ്രൂവ് ചെയ്ത സ്റ്റേറ്റ്മെന്റ് ആൻഡ് റിട്ടേൺസുകൾ വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, രജിസ്ട്രാറിന് മുന്നിൽ ഹാജരാക്കേണ്ടതായിട്ടുള്ളത്. റൂൾ 33(1) ആൻഡ് സെക്ഷൻ 66C. Every cooperative society should produce the following statement and returns before the registrar, duly certified by the committee within 6 months from the date of close of financial year. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഇത്, 6 months from the date of close of financial year. ഫിനാൻഷ്യൽ ഇയർ അവസാനിച്ച് 6 മാസത്തിനുള്ളിലാണ് എന്ത് ചെയ്യേണ്ടത്, എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളും നിർബന്ധമായും അവരുടെ സ്റ്റേറ്റ്മെന്റ് ആൻഡ് റിട്ടേൺസ് രജിസ്ട്രാറിന് മുന്നിൽ ഹാജരാക്കേണ്ടത്. വെറുതെ ഹാജരാക്കിയാൽ മതിയോ? പോരല്ലേ. നോക്കി, ഡ്യൂലി സർട്ടിഫൈഡ് ബൈ ദി കമ്മിറ്റി സർട്ടിഫൈ ചെയ്ത സ്റ്റേറ്റ്മെന്റ് ഓഫ് റിട്ടേൺസുകളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, രജിസ്ട്രാറിന് മുന്നിൽ ഹാജരാക്കേണ്ടത്. അല്ലാതെ എന്താണ്, കമ്മിറ്റി സർട്ടിഫൈ ചെയ്യുന്നതിന് മുമ്പ് കുറെ സ്റ്റേറ്റ്മെന്റ് ഓഫ് റിട്ടേൺസുകൾ എന്ത് ചെയ്യണം, രജിസ്ട്രാറിന് മുന്നിൽ ഹാജരാക്കണം എന്നല്ല പറയുന്നത്. മറിച്ച് കമ്മിറ്റി സർട്ടിഫൈ ചെയ്ത സ്റ്റേറ്റ്മെന്റ് ആൻഡ് റിട്ടേൺസുകൾ വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, രജിസ്ട്രാറിന് മുന്നിൽ ഹാജരാക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അതെവിടെയാണ് പറയുന്നത്? റൂൾ 33(1)ലും സെക്ഷൻ 66C-യിലുമാണ് പറയുന്നത്. 33യും 66ഉം പഠിക്കാൻ എളുപ്പമല്ലേ. 33യുടെ ഇരട്ടിയാണ് എന്ത്, 66. അതിന്റെ കൂടെ എന്തും കൂടി വരുന്നു, ഒരു സിയും കൂടി വരുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ഓഫ് റിട്ടേൺസുകളാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നാണ് ഇനി നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ എന്താണ് ആനുവൽ റിപ്പോർട്ട്. ആ ഒരു വർഷക്കാലം കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആനുവൽ റിപ്പോർട്ടുകളും, ആ ഒരു വർഷക്കാലത്തെ ആനുവൽ റിപ്പോർട്ട്, സൊസൈറ്റി എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്നുള്ള ഒരു ആനുവൽ റിപ്പോർട്ട് എന്ത് ചെയ്യണം, കമ്മിറ്റി അപ്രൂവ് ചെയ്ത ആനുവൽ റിപ്പോർട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റേറ്റ്മെന്റ് ഓഫ് റിട്ടേൺസ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് രജിസ്ട്രാറിന് നൽകേണ്ടതായിട്ടുണ്ട്. ഇനി എന്താണ് പറയുന്നത്, ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ. എന്താണ് ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ? എന്താണ് ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ, ഓഡിറ്റിനുമായി ബന്ധപ്പെട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റുകൾ അല്ലെ, ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണ്? R&D സ്റ്റേറ്റ്മെന്റ്. R&D സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ട്രയൽ ബാലൻസിന് പകരം യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്, R&D സ്റ്റേറ്റ്മെന്റ്. അത്തരത്തിലുള്ള R&D സ്റ്റേറ്റ്മെന്റ്, അതിൽ നിന്ന് പിന്നെ എന്താണ് വരുന്നത്, P&L അക്കൗണ്ട്, അതുപോലെ ട്രേഡിംഗ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇങ്ങനെയുള്ള ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ. അപ്പോൾ ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതാണ്, R&D സ്റ്റേറ്റ്മെന്റ് വരും, ട്രേഡിംഗ് അക്കൗണ്ട് വരും, P&L അക്കൗണ്ട് വരും, അതുപോലെ തന്നെ ഏതും വരും, ബാലൻസ് ഷീറ്റും വരും. ഇത് 4ഉം കൂടി ചേർത്തിട്ടാണ് എന്ത് പറയുന്നത്, നമ്മുടെ ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും കമ്മിറ്റി അപ്രൂവ് ചെയ്തിട്ടുള്ള ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും നമ്മൾ ആർക്ക് മുന്നിൽ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, രജിസ്ട്രാറുടെ മുന്നിൽ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അടുത്ത് നോക്കിയേ, BA-യിൽ എന്താണ് പറയുന്നത്, നമ്മുടെ അമെൻമെന്റ് ആണ് കേട്ടോ. BA-യിൽ എന്താ പറയുന്നത്, റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് approved by the committee on summary of defects and approved by the general body of society. നമ്മൾ 29 ഒക്കെ പഠിച്ചപ്പോൾ പറഞ്ഞതാണ്, എന്താണ്, നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ഓഡിറ്റർ എന്തെങ്കിലും റെക്ടിഫിക്കേഷൻ, ഫർദർ റെക്ടിഫിക്കേഷൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, സമ്മറി ഓഫ് ഡിഫക്റ്റിൽ രേഖപ്പെടുത്തി വെക്കും അല്ലെ. ഈ സമ്മറി ഓഫ് ഡിഫക്റ്റിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ റെക്ടിഫൈ ചെയ്ത് എന്ത് ചെയ്യണം, റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം. ഈ റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് ആരൊക്കെ അപ്രൂവ് ചെയ്തതും കൂടി ആവണം, കമ്മിറ്റിയും അതുപോലെ തന്നെ അതിന്റെ ജനറൽ ബോഡിയും അപ്രൂവ് ചെയ്ത റെക്ടിഫിക്കേഷൻ റിപ്പോർട്ടും കൂടി
കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? സ്റ്റേറ്റ്മെന്റ് ഓഫ് റിട്ടേൺസ് നൽകുന്നതിന്റെ ഭാഗമായിട്ട് രജിസ്ട്രാറിന് നൽകേണ്ടതായിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, മറക്കരുത്. എന്താണ്? റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് അപ്രൂവ്ഡ് ബൈ ദി കമ്മിറ്റി ഓൺ സമ്മറി ഓഫ് ഡിഫക്റ്റ് ആൻഡ് അപ്രൂവ്ഡ് ബൈ ദി ജനറൽ ബോഡി ഓഫ് സൊസൈറ്റി. ഓക്കെ, എന്താണ്? കമ്മിറ്റി അപ്രൂവ് ചെയ്ത റെക്ടിഫിക്കേഷൻ റിപ്പോർട്ടും അതുപോലെ ജനറൽ ബോഡി അപ്രൂവ് ചെയ്ത റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട്, അതായത് സമ്മറി ഓഫ് ഡിഫക്റ്റിൽ നിന്നും നമ്മൾ എന്താണ് റെക്ടിഫിക്കേഷൻ ചെയ്ത് റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യും. ഈ റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് ആരാണ്? ജനറൽ ബോഡിയും കമ്മിറ്റിയും അപ്രൂവ് ചെയ്തായിരിക്കണം. ഈ റിപ്പോർട്ടും കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? രജിസ്ട്രാറിന് നൽകേണ്ടതായിട്ടുണ്ട്. അതുപോലെ വന്ന മറ്റൊരു പ്രധാനപ്പെട്ട അമെന്റ്മെന്റ് ആണ് എന്ത്? ക്വാർട്ടർലി റിട്ടേൺസ് ഓഫ് ദി ക്രെഡിറ്റ് ആക്ടിവിറ്റീസ് ഡ്യൂലി സർട്ടിഫൈഡ് ബൈ ദി സെക്രട്ടറി ഓഫ് ദി കോപ്പറേറ്റീവ് സൊസൈറ്റി. എന്താണ് പറയുന്നത്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഈ പോയിന്റ് മറക്കാതെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. കാരണം എന്ന് വെച്ചാൽ ഇനി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ക്വാർട്ടർലി റിട്ടേൺസ് ഓഫ് ക്രെഡിറ്റ് ആക്ടിവിറ്റീസ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ക്രെഡിറ്റ് ആക്ടിവിറ്റികളുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വാർട്ടർലി റിട്ടേൺസ്. ഈ ക്വാർട്ടർലി റിട്ടേൺസ് ആര് അപ്രൂവ് ചെയ്തതായിരിക്കണം, അല്ലെങ്കിൽ ആര് സർട്ടിഫൈ ചെയ്തതായിരിക്കണം? സെക്രട്ടറി സർട്ടിഫൈ ചെയ്ത ക്രെഡിറ്റ് ആക്ടിവിറ്റികളുടെ ക്വാർട്ടർലി റിട്ടേൺസുകളും എന്ത് ചെയ്യണം? നമ്മൾ ഇനി മുതൽ എന്ത് ചെയ്യണം? രജിസ്ട്രാർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ എന്താണ് പറയുന്നത്? ക്വാർട്ടർലി റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ എന്താ? ക്വാർട്ടർലി റിട്ടേൺസ് 3 മാസം കൂടുമ്പോഴാണ് നമ്മൾ ക്വാർട്ടർലി റിട്ടേൺസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, 3 മാസം. ക്വാർട്ടർലി എന്ന് പറഞ്ഞാൽ എന്താ? 3 മാസത്തിലൊരിക്കൽ. ഓക്കെ, 3 മാസം കൂടുമ്പോൾ ആ സൊസൈറ്റിയുടെ ക്രെഡിറ്റ് ആക്ടിവിറ്റികളുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്വാർട്ടർലി റിട്ടേൺസ് ആര് സർട്ടിഫൈ ചെയ്ത? നമ്മുടെ ചീഫ് എക്സിക്യൂട്ടീവ് സർട്ടിഫൈ ചെയ്തിട്ടുള്ള ഒരു ക്വാർട്ടർലി റിട്ടേൺസും കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? രജിസ്ട്രാറിന് നൽകേണ്ടതായിട്ടുണ്ട്. അതുപോലെ പ്ലാൻ ഫോർ സർപ്ലസ് ഡിസ്പോസൽ അപ്രൂവ്ഡ് ബൈ ദി ജനറൽ ബോഡി. അതായത് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളിൽ നിന്നും എന്തെങ്കിലും സർപ്ലസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത് എന്താണ്, എന്തെങ്കിലും മിച്ചം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ഡിസ്പോസ് ചെയ്യാം എന്നതിന്റെ ഒരു പ്ലാനും കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? അത് ജനറൽ ബോഡിയിൽ പാസ്സാക്കിയ പ്ലാൻ ആയിരിക്കണം കേട്ടോ. ഇപ്പൊ സർപ്ലസ് എങ്ങനെയാണ് നമ്മൾ ഡിസ്പോസൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ജനറൽ ബോഡിയിൽ പാസ്സാക്കിയ അതിന്റെ ഒരു പ്ലാനും കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? രജിസ്ട്രാറിന് നൽകേണ്ടതായിട്ടുണ്ട്. അതുപോലെ എന്താണ്? ലിസ്റ്റ് ഓഫ് അമെന്റ്മെന്റ്സ് ഓഫ് ബൈലോ ഓഫ് ദി ഇയർ. ആ വർഷം ഏതെങ്കിലും തരത്തിലുള്ള ബൈലോ അമെന്റ്മെന്റ് നടന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളുടെ ഒരു ലിസ്റ്റും കൂടി, ആ ബൈലോ അമെന്റ്മെന്റ്സിന്റെ ലിസ്റ്റും കൂടി, അതായത് ആ വർഷത്തെ ബൈലോ അമെന്റ്മെന്റ്സിന്റെ ലിസ്റ്റും കൂടി നമ്മൾ എന്ത് ചെയ്യണം? രജിസ്ട്രാറിന് നൽകേണ്ടതായിട്ടുണ്ട്. പിന്നെന്താണ് പറയുന്നത്? ഡിക്ലറേഷൻ റിഗാർഡിംഗ് ഡേറ്റ് ഓഫ് കണ്ടക്ടിംഗ് ദി ജനറൽ ബോഡി മീറ്റിംഗ് ആൻഡ് കണ്ടക്ട് ഓഫ് എലക്ഷൻ വെൻ ഡ്യൂ. അതായത് എന്താണ്? ഇനി എലക്ഷൻ അടുപ്പിച്ച് വരികയാണ്, എലക്ഷൻ ഉടൻ തന്നെ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ എലക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് കൂടും? ഒരു ജനറൽ ബോഡി കൂടും. എലക്ഷൻ അജണ്ടയായിട്ട് വെച്ചുകൊണ്ട് ഒരു ജനറൽ ബോഡി കൂടും. അത്തരത്തിൽ എലക്ഷന് വേണ്ടി വെച്ച ജനറൽ ബോഡിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളും കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ഒരു റിപ്പോർട്ട് പോലെ രജിസ്ട്രാറിന് നൽകേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഡീറ്റെയിൽഡ് ലിസ്റ്റ് ഓഫ് ഓൾ ലയബിലിറ്റീസ് ഓഫ് മെമ്പേഴ്സ്, എംപ്ലോയീസ് ആൻഡ് ദെയർ ഫാമിലി മെമ്പേഴ്സ് ഡ്യൂ ടു ദി സൊസൈറ്റി ഫോർ ദി പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയർ. ഓക്കെ, അമെന്റ്മെന്റ് ആണ്. എന്താണ് പറയുന്നത്? ഡീറ്റെയിൽഡ് ലിസ്റ്റ് ഓഫ് ഓൾ ലയബിലിറ്റീസ് ഓഫ് മെമ്പേഴ്സ്, എംപ്ലോയീസ് ആൻഡ് ദെയർ ഫാമിലി മെമ്പേഴ്സ്. എന്താണ്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പേഴ്സിന്റെയും എംപ്ലോയീസിന്റെയും അവരുടെ ഫാമിലി മെമ്പേഴ്സിന്റെയും ലയബിലിറ്റികളുടെ ഒരു ഡീറ്റെയിൽഡ് ലിസ്റ്റും കൂടി ഇനി മുതൽ നമ്മൾ ആർക്ക് കൊടുക്കണം? രജിസ്ട്രാറിന് നൽകണം. അത് ഏത് വർഷത്തെ? കഴിഞ്ഞ പ്രീവിയസ് ഇയറിലുള്ള അവരുടെ ലയബിലിറ്റീസിന്റെ ലിസ്റ്റ് ആണ് നൽകേണ്ടത്. ഓക്കെ, അപ്പൊ എന്താണ് പറഞ്ഞത്? മറക്കാതെ പഠിക്കുക. എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള മേഖലകളാണ് കേട്ടോ ഇത്. അതായത് അമെന്റ്മെന്റ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ പോയിന്റ്സുകളൊക്കെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി പഠിക്കുക. എന്താണ്? മെമ്പേഴ്സിന്റെയും അവരുടെ എംപ്ലോയീസിന്റെയും എന്താണ് അവരുടെ ഫാമിലി മെമ്പേഴ്സിന്റെയും പ്രീവിയസ് ഇയറിലുള്ള ലയബിലിറ്റീസിന്റെ ഒരു ലിസ്റ്റും കൂടി, ഒരു ഡീറ്റെയിൽഡ് ലിസ്റ്റും കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? നമ്മൾ രജിസ്ട്രാറിന് നൽകേണ്ടതായിട്ടുണ്ട്. ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. ഓക്കെ, ഇതൊന്നും കൂടാതെ മറ്റെന്തെങ്കിലും ഒരു ഇൻഫർമേഷനും കൂടി വേണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, സൊസൈറ്റിയോട് രജിസ്ട്രാർ പറയാണ് ഈ ഇൻഫർമേഷന് പുറമെ മറ്റെന്തെങ്കിലും കൂടി വേണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻസും കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ക്വാർട്ടർലി റിട്ടേൺസിന്റെ ഭാഗമായിട്ട് രജിസ്ട്രാറിന് നൽകേണ്ടതായിട്ടുണ്ട്. അപ്പൊ നോക്കിയേ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ക്വാർട്ടർലി റിട്ടേൺസിന്റെ ഭാഗമായിട്ട് നമ്മൾ രജിസ്ട്രാറിന് നൽകേണ്ടത്. ഒന്ന് ആനുവൽ റിപ്പോർട്ട്. ഒന്നെന്താണ്? ആനുവൽ റിപ്പോർട്ട്. ആ ഒരു വർഷകാലത്തെ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ആനുവൽ റിപ്പോർട്ട് നൽകണം. അതുപോലെ ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനകത്ത് എന്തൊക്കെ വരും? റെസീപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് സ്റ്റേറ്റ്മെന്റ് വരും, ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ട് വരും, ബാലൻസ് ഷീറ്റ് വരും. ഇങ്ങനെയുള്ള ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ നൽകേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ
എന്താണ് റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട്, അതായത് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് സമ്മറി ഓഫ് ഡിഫക്റ്റിൽ എന്താണ് ഓഡിറ്റർ റെക്ടിഫിക്കേഷൻ വേണ്ടുന്ന കാര്യങ്ങൾ എഴുതി വെക്കും, ഡിഫക്റ്റുകൾ എഴുതി വെക്കും. അതെല്ലാം പരിഹരിച്ചുകൊണ്ടുള്ള ജനറൽ ബോഡിയും മാനേജിംഗ് കമ്മിറ്റിയും അപ്രൂവ് ചെയ്ത ഒരു റെക്ടിഫിക്കേഷൻ റിപ്പോർട്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, നമ്മൾ രജിസ്ട്രാറിന് നൽകേണ്ടതായിട്ടുണ്ട്. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്, എന്തായാലും ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പോയിന്റ് ആണ് എന്ത്, നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ക്രെഡിറ്റ് ആക്ടിവിറ്റികളുടെ ക്വാർട്ടർലി റിട്ടേൺസ്, സെക്രട്ടറി സർട്ടിഫൈ ചെയ്തിട്ടുള്ള ക്രെഡിറ്റ് ആക്ടിവിറ്റികളുടെ ക്വാർട്ടർലി റിട്ടേൺസും നമ്മൾ ഇനി മുതൽ ആർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്, നമ്മൾ രജിസ്ട്രാറിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകം നോട്ട് ചെയ്ത്, ഈ ക്വാർട്ടർലി റിട്ടേൺസ് ആരാണ് സർട്ടിഫൈ ചെയ്യുന്നത്, മാനേജിംഗ് കമ്മിറ്റി ആണോ? അല്ല. ആദ്യം അത് ആര് സർട്ടിഫൈ ചെയ്യണം? ചീഫ് എക്സിക്യൂട്ടീവ്, സൊസൈറ്റിയുടെ സെക്രട്ടറി ആണ് സർട്ടിഫൈ ചെയ്യേണ്ടത്. ഒരു മാറ്റമുള്ള ഒരു സംഗതിയാണ് അല്ലേ ഇത്. എന്താണ് നോക്കിയേ, ബാക്കി എല്ലാത്തിലും നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, കമ്മിറ്റി സർട്ടിഫൈ ചെയ്ത ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളാണ് കൊടുക്കേണ്ടതെന്ന്. പക്ഷേ ഈ ഒരു പോയിന്റ് നോക്കിയേ, ക്വാർട്ടർലി റിട്ടേൺസിന്റെ കേസിൽ എടുത്തു പറയുന്നുണ്ട് ഈ ക്വാർട്ടർലി റിട്ടേൺസ് ആരാണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന്. ആരാണ് ക്വാർട്ടർലി റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ടത്? കമ്മിറ്റി മാത്രമാണോ? അല്ല അല്ലേ, ചീഫ് എക്സിക്യൂട്ടീവ്, സംഘത്തിന്റെ സെക്രട്ടറി ആണ് സർട്ടിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, സർട്ടിഫൈ ചെയ്തതിന് ശേഷം കമ്മിറ്റിയുടെ അപ്രൂവലോട് കൂടി വേണം എന്ത് ചെയ്യേണ്ടത്, ഈ പറയുന്ന ക്വാർട്ടർലി റിട്ടേൺസ് രജിസ്ട്രാറിന് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ക്വാർട്ടർലി റിട്ടേൺസ് ആരാണ് സർട്ടിഫൈ ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ആരെന്ന് എഴുതേണ്ടത്? സൊസൈറ്റിയുടെ സെക്രട്ടറി അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് സർട്ടിഫൈ ചെയ്ത ക്വാർട്ടർലി റിട്ടേൺസ് എന്ന് എഴുതണം. ഓക്കെ, അതുപോലെ മറ്റെന്ത് കൊടുക്കണം? അതുപോലെ എന്തെങ്കിലും സർപ്ലസ് ഉണ്ടാവുകയാണെങ്കിൽ അത് എങ്ങനെ ഡിസ്പോസ് ചെയ്യാമെന്ന് ജനറൽ ബോഡിയിൽ തീരുമാനമെടുത്തതിന്റെ ഒരു പ്ലാനും കൂടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ആ വർഷം ഏതെങ്കിലും തരത്തിലുള്ള ബൈലോ അമെന്റ്മെന്റ്സ് നടന്നിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, രജിസ്ട്രാറിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇലക്ഷൻ അടുത്തു വരുന്ന സമയമാണെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു ജനറൽ ബോഡി കൂടേണ്ടതായിട്ടുണ്ട്. ആ ജനറൽ ബോഡിയിൽ എടുത്ത ഡിക്ലറേഷൻസും നമ്മൾ ആർക്ക് കൊടുക്കണം, രജിസ്ട്രാറിന് കൊടുക്കണം. അതുപോലെ മെമ്പേഴ്സിന്റെയും എംപ്ലോയീസിന്റെയും അവരുടെ ഫാമിലി മെമ്പേഴ്സിന്റെയും ലൈബിലിറ്റിയുടെ ലിസ്റ്റ് മറക്കരുത്, ലൈബിലിറ്റിയുടെ ലിസ്റ്റ്, പ്രീവിയസ് ഇയറിലുള്ള അവരുടെ ലൈബിലിറ്റിയുടെ ലിസ്റ്റും കൂടി നമ്മൾ എന്ത് ചെയ്യണം, രജിസ്ട്രാറിന് നൽകണം. ഇതൊന്നും കൂടാതെ എന്താണ്, മറ്റെന്തെങ്കിലും ഇൻഫർമേഷൻസ് വേണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, രജിസ്ട്രാറിന് നൽകേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി നോക്കിയേ, ഈ ആനുവൽ സ്റ്റേറ്റ്മെന്റുകൾ അത് നോക്കി, ദി ആനുവൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് ഷാൽ ബി പ്രിപ്പയർഡ് ബൈ ദി ചീഫ് എക്സിക്യൂട്ടീവ്. ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളൊക്കെ ആരാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? ചീഫ് എക്സിക്യൂട്ടീവ്. ഓക്കെ, നമ്മൾ പറഞ്ഞു രജിസ്ട്രാറിന് കൊടുക്കുന്നതിന് മുമ്പ് ഈ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ആര് സർട്ടിഫൈ ചെയ്യണമെന്ന് പറഞ്ഞു? ആരാണ്? കമ്മിറ്റി സർട്ടിഫൈ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ ക്വാർട്ടർലി റിട്ടേൺസിന്റെ കാര്യത്തിൽ അത് ആര് സർട്ടിഫൈ ചെയ്യണം? സെക്രട്ടറി സർട്ടിഫൈ ചെയ്യണം. അത് നമ്മൾ പറഞ്ഞതാണ്. ഇനി ഇത് ആരാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ആരാണ് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഓഫ് റിട്ടേൺസുകളും ആനുവൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സുകളൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടത്? സൊസൈറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ആരാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? സൊസൈറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ്. ഓക്കെ, ഈ പറയുന്ന സൊസൈറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് എത്ര നാളിനുള്ളിലാണ് ഇത് പ്രിപ്പയർ ചെയ്യേണ്ടത്? എത്രയാണ്? 1 മാസത്തിനുള്ളിൽ, 1 month അറ്റ് ദി ക്ലോസ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ അവസാനിച്ച് 1 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? ചീഫ് എക്സിക്യൂട്ടീവ് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളെല്ലാം പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, പ്രിപ്പയർ ചെയ്യേണ്ടതാണ് ആര്? ചീഫ് എക്സിക്യൂട്ടീവ് പ്രിപ്പയർ ചെയ്യണം. എന്നിട്ട് അത് ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുകയും വേണം? കമ്മിറ്റിക്ക് പ്രൊഡ്യൂസ് ചെയ്യണം. ഫിനാൻഷ്യൽ ഇയർ അവസാനിച്ച് 1 മാസത്തിനുള്ളിൽ ചീഫ് എക്സിക്യൂട്ടീവ് സ്റ്റേറ്റ്മെന്റുകളൊക്കെ പ്രിപ്പയർ ചെയ്യുകയും എന്നിട്ട് എന്താണ്, അത് കമ്മിറ്റിക്ക് പ്രൊഡ്യൂസ് ചെയ്യുകയും വേണം. കമ്മിറ്റി അതിന്റെ ആക്യുറസിയും എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം ആർക്ക് റിപ്പോർട്ട് കൊടുക്കും? DCAക്കോ DCA ഓതറൈസ് ചെയ്യുന്ന വ്യക്തിക്കോ റിപ്പോർട്ട് കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ്, ഈ പറയുന്ന ഫാക്റ്റുകളെല്ലാം എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? DCAക്കും DCA ഓതറൈസ് ചെയ്യുന്ന വ്യക്തിക്കും കൊടുക്കണം. ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഓഫ് റിട്ടേൺസുകൾ ആർക്ക് മുന്നിൽ സബ്മിറ്റ് ചെയ്യണം എന്ന് ചോദിച്ചാൽ അത് ആർക്കാണ്? രജിസ്ട്രാറിനാണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്? ഓഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയും കൂടെ ഇത് കൊടുക്കണം. അപ്പോൾ ഓഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ആർക്കാണ് കൊടുക്കുന്നത്? DCAക്കോ DCA ഓതറൈസ് ചെയ്യുന്ന വ്യക്തിക്കോ. DCA ഓതറൈസ് ചെയ്യുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ആരാണ്? ഓഡിറ്റർ ആണ് അല്ലെ. ഓഡിറ്ററിന് കൊടുക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ മെയിൻ ആയിട്ട് ഓർമ്മിച്ചിരിക്കേണ്ടത് ഇത് ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളൊക്കെ ആരാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് ആരാണ്? സംഘത്തിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ സെക്രട്ടറി ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. എന്നാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഫിനാൻഷ്യൽ ഇയർ അവസാനിച്ച് 1 മാസത്തിനുള്ളിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. എന്നിട്ട് ഓഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്? DCAക്കോ DCA ഓതറൈസ് ചെയ്യുന്ന വ്യക്തിക്കോ കൊടുക്കുക, അതായത് ഓഡിറ്ററിനോ കൊടുക്കണം. ഇനി പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഓഫ് റിട്ടേൺസുകൾ ഇതേ സമയം തന്നെ നമ്മൾ ആർക്കും കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ 33-ൽ പറഞ്ഞു ആർക്കാണ്? രജിസ്ട്രാറിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കമ്മിറ്റി സർട്ടിഫൈ ചെയ്ത, കമ്മിറ്റി അപ്രൂവ് ചെയ്ത് ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് റിട്ടേൺസുകൾ രജിസ്ട്രാറിന്
രജിസ്ട്രാറിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നോക്കേ, ഇനി ചീഫ് എക്സിക്യൂട്ടീവ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നില്ല, ഒരു മാസമായിട്ടും പ്രിപ്പയർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, അത് പണിഷബിൾ ആണ് കേട്ടോ, പണിഷബിൾ ആണ്. ചീഫ് എക്സിക്യൂട്ടീവ് അതിൽ പരാജയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഓഫ് റിട്ടേൺസുകളൊന്നും ഒരു മാസത്തിനുള്ളിൽ, ഫിനാൻഷ്യൽ ഇയർ അവസാനിച്ച് ഒരു മാസത്തിനുള്ളിൽ പ്രിപ്പയർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സെക്ഷൻ 94 സബ്സെക്ഷൻ 4 പ്രകാരം അത് പണിഷബിൾ ആവും. ഓക്കെ, സെക്ഷൻ 94 സബ്സെക്ഷൻ 4 എന്താണ് പറയുന്നത്, ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഓഫ് റിട്ടേൺസുകളും ക്യാഷ് പ്രൊഡ്യൂസ് എന്താണ് നമ്മൾ ഓഡിറ്റോ ഇൻസ്പെക്ഷനോ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഫോൾസ് ആയിട്ടുള്ള റിട്ടേൺസ് കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ അതെന്താണ്, പണിഷബിൾ ഒഫൻസ് ആയിട്ട് മാറും. എത്ര രൂപയാണ് ഇതിന് പെനാൽറ്റി വരുന്നത്, ചീഫ് എക്സിക്യൂട്ടീവിന് 10,000 രൂപയാണ് പെനാൽറ്റി വരുന്നത്. ചീഫ് എക്സിക്യൂട്ടീവ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തില്ല എന്നുണ്ടെങ്കിലോ ഫോൾസ് ആയിട്ടുള്ള റിട്ടേൺസ് കൊടുത്തു കഴിയുകയോ ചെയ്തു കഴിഞ്ഞാൽ എത്ര രൂപയാണ് ചീഫ് എക്സിക്യൂട്ടീവിൽ നിന്നും ഫൈൻ ഈടാക്കുന്നത്, 10,000 രൂപയാണ്. മറക്കരുതേ, ഇത് മുൻപ് 5,000 രൂപ ആയിരുന്നു, ഇപ്പൊ അത് എത്ര ആയിട്ടുണ്ട്, 10,000 രൂപ ആയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നോക്കിയേ, റൂൾ 33 സബ് റൂൾ 3 എന്താണ് പറയുന്നത്, ഇഫ് ദി സൊസൈറ്റി ഫെയിൽസ് ടു ഡു സോ ദി രജിസ്ട്രാർ മേ ഡെപ്യൂട്ട് ആൻ ഓഫീസർ ഓർ എനി പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ദി ബിഹാഫ് ടു റൈറ്റ് അപ്പ് സച്ച് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ദി കോസ്റ്റ് ഷുഡ് ബി റിക്കവേർഡ് ബൈ ദി സൊസൈറ്റി. എന്താണ് പറയുന്നത്, ഇനി ഈ സൊസൈറ്റി ഇത് ചെയ്യുന്നതിൽ പരാജയപ്പെടുകയാണ്, അതായത് എന്താണ്, ചീഫ് എക്സിക്യൂട്ടീവ് ഇത് ചെയ്യുന്നില്ല, സൊസൈറ്റി എന്താണ്, പരാജയപ്പെടുകയാണ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് റിട്ടേൺസുകളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പരാജയപ്പെടുകയാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, അത് സമർപ്പിക്കാൻ പരാജയപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, രജിസ്ട്രാർ ഇതിനു വേണ്ടി ഒരു ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ ഒരു ഓഫീസറിനെ ഡെപ്യൂട്ട് ചെയ്യും. എന്തിനു വേണ്ടി, ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് റിട്ടേൺസുകളെല്ലാം എഴുതുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, രജിസ്ട്രാർ ഒരു ഉദ്യോഗസ്ഥനെ ഓതറൈസ് ചെയ്യും. ഓക്കെ, ഈ ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് റിട്ടേൺസുകൾ പ്രിപ്പയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തൊരു കോസ്റ്റ് ഉണ്ടായാലും അത് ആര് തന്നെ വഹിക്കേണ്ടതായിട്ടുണ്ട്, സൊസൈറ്റി തന്നെ വഹിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സൊസൈറ്റി തന്നെ വഹിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ എന്താണ് പറയുന്നത്, ഈ പറയുന്ന ചീഫ് എക്സിക്യൂട്ടീവ് ഒന്നും പ്രിപ്പയർ ചെയ്യുന്നില്ല, സ്റ്റേറ്റ്മെന്റ് ഓഫ് റിട്ടേൺസ് പ്രിപ്പയർ ചെയ്യാൻ സൊസൈറ്റി വീഴ്ച വരുത്തി കഴിഞ്ഞാൽ രജിസ്ട്രാർ എന്തായിരിക്കും ചെയ്യുക, രജിസ്ട്രാർ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഓഫ് റിട്ടേൺസുകൾ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വ്യക്തിയെ ഓതറൈസ് ചെയ്യും. ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് റിട്ടേൺസുകൾ എഴുതുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കോസ്റ്റും ആര് തന്നെ വഹിക്കേണ്ടതായിട്ടുണ്ട്, സൊസൈറ്റി തന്നെ വഹിക്കേണ്ടതായിട്ടുണ്ട്. മറക്കരുത്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് പറയും, സ്റ്റേറ്റ്മെന്റ് ഓഫ് റിട്ടേൺസുമായി ബന്ധപ്പെട്ട് വരുന്ന കോസ്റ്റ് എല്ലാം അല്ലെങ്കിൽ അത് എഴുതാതിരിക്കുമ്പോൾ രജിസ്ട്രാർ എന്ത് ചെയ്യും, മറ്റൊരു വ്യക്തിയെ ഡെപ്യൂട്ട് ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കോസ്റ്റ് എല്ലാം ആര് വഹിക്കണം എന്നൊരു ചോദ്യം വന്നാൽ നിങ്ങൾ എന്ത് എഴുതണം, സൊസൈറ്റി ആയിരിക്കും വഹിക്കേണ്ടത്. ചീഫ് എക്സിക്യൂട്ടീവ് ഇത് എഴുതാതിരുന്നാൽ എത്ര രൂപയാണ് പെനാൽറ്റി ആയിട്ട് വരുന്നത്, 10,000 രൂപ. ഏത് സെക്ഷൻ പ്രകാരമാണ്, നമ്മുടെ സെക്ഷൻ 94 സബ്സെക്ഷൻ 4 പ്രകാരമാണ് ഈ പറയുന്ന 10,000 രൂപ പെനാൽറ്റി ആയിട്ട് വരുന്നത്. അടുത്ത് നോക്കിയേ, അടുത്ത് വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അമെന്റ്മെന്റ് ആണ്. ഓക്കെ, നിങ്ങൾ മറക്കാതെ പഠിച്ചിരിക്കേണ്ട, ഓർത്ത് വെച്ചിരിക്കേണ്ട ഒരു അമെന്റ്മെന്റ് ആണ് എന്ത്, റൂൾ 33(3)(a). ഓക്കെ, ഇത് ഒരു കാരണവശാലും മറക്കരുത്. റൂൾ 33(3)(a) വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, എന്താണ് പറയുന്നത്, നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് റിട്ടേൺസുകൾ കൊടുക്കുന്നതിന്റെ ഭാഗമായി ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. ഏതായിരുന്നു, ഞാൻ പറഞ്ഞു പ്രത്യേകം നോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഏതായിരുന്നു അത്, നമ്മുടെ സംഘത്തിന്റെ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ക്രെഡിറ്റ് ആക്ടിവിറ്റികളുമായി ബന്ധപ്പെട്ട് വരുന്ന ചീഫ് എക്സിക്യൂട്ടീവ് എന്താണ് സർട്ടിഫൈ ചെയ്തിട്ടുള്ള ക്വാർട്ടേർലി റിട്ടേൺസ് കൊടുക്കണമെന്ന് നമ്മൾ പഠിച്ചില്ലേ. ഈ ക്വാർട്ടേർലി റിട്ടേൺസിന്റെ ഭാഗമായിട്ട് വരുന്ന സബ് റൂൾ ആണ് ഏത്, റൂൾ 33(3)(a) എന്ന് പറയുന്നത്. ഈ പറയുന്ന ക്വാർട്ടേർലി റിട്ടേൺസ് പറഞ്ഞു, ക്വാർട്ടേർലി റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ 3 മാസം കൂടുമ്പോഴുള്ള ആ സൊസൈറ്റിയുടെ ക്രെഡിറ്റ് ആക്ടിവിറ്റീസിന്റെ റിട്ടേൺസ് ആണ്. ഇത് സംഘത്തിന്റെ സെക്രട്ടറി സർട്ടിഫൈ ചെയ്തിരിക്കുകയും വേണം. എന്നിട്ട് അത് എന്ത് ചെയ്യണം, രജിസ്ട്രാറിന് സബ്മിറ്റ് ചെയ്യുകയും വേണം. ഇത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ശിക്ഷ അല്ലെങ്കിൽ എത്ര രൂപയാണ് പെനാൽറ്റി എന്നുള്ള കാര്യമാണ് എവിടെ പറയുന്നത്, റൂൾ 33(3)(a) പറയുന്നത്. ഇഫ് ദി സൊസൈറ്റി ഫെയിൽസ് ടു സബ്മിറ്റ് ക്വാർട്ടർലി റിട്ടേൺസ് ഓഫ് ക്രെഡിറ്റ് ആക്ടിവിറ്റീസ് ഷാൾ ബി ലയബിൾ ടു പേ ഫൈൻ. നോക്കിയേ, എത്ര രൂപയായിരിക്കും ഈ ക്വാർട്ടർലി റിട്ടേൺസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഫൈൻ ആയിട്ട് വരുന്നത്. നോക്കിയേ, സൊസൈറ്റീസ് ഓഫ് ആൻഡ് എബോവ് ദി ക്ലാസ് 1 എന്താണ്, ക്ലാസ് 1 സൊസൈറ്റിക്ക് മുകളിലേക്കുള്ള സൊസൈറ്റികൾ. ക്ലാസ് 1 സൊസൈറ്റിക്ക് മുകളിലേക്ക് എന്ന് പറയുമ്പോൾ ആദ്യം ഏത് വരും, ക്ലാസ് 1 ഏത് വരും, സൂപ്പർ ഗ്രേഡ് വരും അല്ലെ, ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് വരും. അടുത്ത എന്ത് വരും, ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ് വരും, ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ് വരും. പിന്നെ ഏത് വരും, ക്ലാസ് 1. ഓക്കെ, ക്ലാസ് 1 ഈ 3 തരം സൊസൈറ്റികൾക്ക്. ഓക്കെ, ഏതൊക്കെയാണ്, ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് സൊസൈറ്റി, ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ് സൊസൈറ്റി, ക്ലാസ് 1 സൊസൈറ്റി. അതാണ് സൊസൈറ്റി ഓഫ് ആൻഡ് എബോവ് ദി ക്ലാസ് 1 എന്ന് പറയുന്നത്. ക്ലാസ് 1 മുകളിലേക്ക് വരുന്നത് ഇതും കൂടെയാണ്. ഓക്കെ, അപ്പൊ ഏതാണ്, ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് സൊസൈറ്റി, ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ് സൊസൈറ്റി, ക്ലാസ് 1 സൊസൈറ്റികൾ വരെയാണെന്നുണ്ടെങ്കിൽ എത്ര രൂപയായിരിക്കും ഫൈൻ വരുന്നത്, 10,000 രൂപയായിരിക്കും ഫൈൻ ആയിട്ട് കൊടുക്കേണ്ടി വരുന്നത്. എന്ത്, ഈ ക്വാർട്ടർലി റിട്ടേൺ സബ്മിറ്റ് ചെയ്താലുള്ള കാര്യമാണ് കേട്ടോ. ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് റിട്ടേൺസ് കൊടുക്കാതിരുന്ന
കൊടുക്കാതിരുന്നാലുള്ള ഫൈൻ അല്ല. ഇതെന്താണ് പറയുന്നത്? നമ്മുടെ ചീഫ് എക്സിക്യൂട്ടീവ് സർട്ടിഫൈ ചെയ്തിട്ടുള്ള ക്രെഡിറ്റ് ആക്ടിവിറ്റികളുടെ ക്വാർട്ടർലി റിട്ടേൺസ് കൊടുക്കാതിരുന്നാലാണ് ഈ ഫൈൻ വരുന്നത്. സബ്മിഷൻ ഓൺ റിട്ടേൺ കൊടുക്കാതിരുന്നാലല്ല. അത് വ്യക്തമായി മനസ്സിലാക്കി തന്നെ പഠിക്കുക, തിരിഞ്ഞു പോകരുത്. ഓക്കെ, എന്താണ് പറയുന്നത്? ക്ലാസ് 1 മുതൽ മുകളിലേക്കുള്ള സൊസൈറ്റികളാണെങ്കിൽ എത്ര രൂപ നമ്മൾ ഇത് കൊടുത്തില്ലെങ്കിൽ ഫൈൻ ഈടാക്കും നമ്മുടെ സൊസൈറ്റികളിൽ നിന്ന്? 10,000 രൂപ. ഒരു കാരണവശാലും 10,000 രൂപയിൽ കൂടുതൽ ഈടാക്കാനായിട്ട് പാടില്ല. 10,000 രൂപയാണ് ഈടാക്കുന്നത്. ഇനി നോക്കിയേ, ക്ലാസ് 2, ക്ലാസ് 3 സൊസൈറ്റികളാണെങ്കിൽ എത്രയാണ് ഫൈൻ ആയിട്ട് കൊടുക്കേണ്ടത്? 8,000 രൂപയാണ് കൊടുക്കേണ്ടത്. എത്രയാണ്? ക്ലാസ് 2, ക്ലാസ് 3 സൊസൈറ്റികളാണെങ്കിൽ 8,000 രൂപ ഫൈൻ ആയിട്ട് കൊടുക്കണം. ഓക്കെ, ഇനി ക്ലാസ് 4, ക്ലാസ് 5 സൊസൈറ്റികളാണെങ്കിലോ എത്രയാണ് കൊടുക്കേണ്ടത്? 6,000 രൂപയാണ് കൊടുക്കേണ്ടത്. എത്രയാണ്? 6,000 രൂപ. അപ്പൊ ക്ലാസ് 4, ക്ലാസ് 5 സൊസൈറ്റികളാണെങ്കിൽ 6,000 രൂപ. ഇനി എനി അതർ സൊസൈറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലാസ് 5ന് താഴേക്ക് വരുന്ന സൊസൈറ്റികൾ. ക്ലാസ് 5ന് താഴേക്ക് വരുന്ന സൊസൈറ്റികൾ എന്ന് പറഞ്ഞാൽ ഏത് വരും? ക്ലാസ് 6ഉം 7ഉം വരും. ഓക്കെ, ഇത് എങ്ങനെയാണ് നമ്മുടെ ഇത് വരുന്നത്? ഫസ്റ്റ് ഏത് വരും? ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് വരും. ഓക്കെ, ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് വരും. അടുത്ത് ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ് വരും. അത് കഴിഞ്ഞ് ക്ലാസ് 1 സൊസൈറ്റി വരും. അടുത്ത് 2 വരും. പിന്നെ ഏത് വരും? 3 വരും, 4 വരും, 5 വരും, 6, 7. ഇങ്ങനെയാണ് എന്ത് നമ്മുടെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. സൊസൈറ്റികളുടെ ഫിനാൻഷ്യൽ പൊസിഷന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻസ് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൽ ഈ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് മുതൽ ക്ലാസ് 1 വരെയുള്ള സൊസൈറ്റികൾക്ക് എത്ര രൂപയാണ് ഫൈൻ വരുന്നത്? 10,000 രൂപയാണ് ഫൈൻ വരുന്നത്. 2ലും 3ലും ആണെങ്കിൽ എത്ര രൂപ വരും? എത്രയാണ്? 8,000 രൂപയാണ് ഫൈൻ വരുന്നത്. ഓക്കെ, 8,000 രൂപ. ഇനി എന്താ പറഞ്ഞത്? 4ഉം 5ഉം ആണെന്നുണ്ടെങ്കിൽ എത്ര രൂപയായിരിക്കും വരിക? 6,000 രൂപയായിരിക്കും വരിക. 6,000 രൂപ. ഇനി നോക്കി, ഇനി ഏതൊക്കെയാണ് ബാക്കിയുള്ളത്? 6ഉം 7ഉം. അതാണ് ഈ ഓൾ അതർ സൊസൈറ്റീസിൽ വരുന്നത്. ഓക്കെ, ഓൾ അതർ സൊസൈറ്റീസ് എന്ന് പറഞ്ഞാൽ ക്ലാസ് 6, ക്ലാസ് 7 സൊസൈറ്റി. അങ്ങനെ 9 ക്ലാസിഫിക്കേഷൻ ആണ് നമുക്കുള്ളത്. ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് മുതൽ ക്ലാസ് 7 സൊസൈറ്റികൾ വരെയുള്ള 9 ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. അതിൽ ഇനി ബാക്കി ഏതൊക്കെയാണുള്ളത്? ഏതൊക്കെയാണ്? ക്ലാസ് 6ഉം 7ഉം ആണുള്ളത്. ക്ലാസ് 6, 7 സൊസൈറ്റികൾ അല്ലെങ്കിൽ എനി അതർ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏതൊക്കെ വരും? ക്ലാസ് 6 സൊസൈറ്റികളും ക്ലാസ് 7 കാറ്റഗറിയിൽ വരുന്ന സൊസൈറ്റികളുമാണ് വരുന്നത്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എത്ര രൂപയായിട്ട് ഫൈൻ ഈടാക്കും? 5,000 രൂപ ഫൈൻ ഈടാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നിങ്ങളോട് ചോദിക്കുക, ഇതിപ്പോ എന്താണ്? ക്ലാസ് 1ന് മുകളിലേക്ക് എന്ന് പറഞ്ഞു. നിങ്ങളോട് ചോദിക്കാം, ഒരു സൂപ്പർ ഗ്രേഡ് സൊസൈറ്റി എന്താണ് ഈ പറയുന്ന ക്വാർട്ടർലി റിട്ടേൺ സബ്മിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എത്ര രൂപ ഫൈൻ ഈടാക്കും എന്ന് ചോദിക്കാം. അപ്പൊ നിങ്ങൾ എത്രയാണ് എഴുതേണ്ടത്? ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ആകുമ്പോൾ ക്ലാസ് 1ന് മുകളിലേക്ക് വരുന്നതാണ്. അപ്പൊ എത്ര വരും? എത്രയാണ് വരുന്നത്? 10,000 രൂപ ഫൈൻ എന്ന് വരും. ഇനി ക്ലാസ് 7ൽ ഉൾപ്പെടുന്ന സൊസൈറ്റികൾ ക്വാർട്ടർലി റിട്ടേൺസ് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ എത്ര രൂപയാണെന്ന് ചോദിക്കാം. അപ്പൊ നിങ്ങൾ ഏത് ഓർമ്മിക്കണം? ഈ ഓൾ അതർ സൊസൈറ്റിയിലാണ് ഏത് ക്ലാസ് 6ഉം 7ഉം വരുന്നതെന്ന് ഓർമ്മിക്കണം. അപ്പൊ എത്ര രൂപ ഫൈൻ വരും? 5,000 രൂപ ഫൈൻ വരും. ഈ ക്ലാസിഫിക്കേഷൻ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് മുതൽ എന്താണ് ക്ലാസ് 7 വരെയുള്ള ക്ലാസിഫിക്കേഷൻ ആണ് നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷന്റെ ബേസിൽ വരുന്നത്. ആ ഫിനാൻഷ്യൽ പൊസിഷന്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഫൈൻ നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഓർമ്മിച്ച് പഠിക്കുക. എന്താണ് ഈ പറയുന്ന ക്വാർട്ടർലി റിട്ടേൺസ് സബ്മിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ചീഫ് എക്സിക്യൂട്ടീവ് അപ്രൂവ് ചെയ്തിട്ടുള്ള ക്വാർട്ടർലി റിട്ടേൺസ് സബ്മിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫൈൻ കൊടുക്കേണ്ടതായിട്ട് വരും. എങ്ങനെയാണ്? ക്ലാസ് 1 മുതൽ മേളിലേക്കുള്ള സൊസൈറ്റികൾക്ക് എത്ര രൂപ? 10,000 രൂപയും ക്ലാസ് 2, ക്ലാസ് 3 സൊസൈറ്റികൾക്ക് 8,000 രൂപയും ക്ലാസ് 4, ക്ലാസ് 5 സൊസൈറ്റികൾക്ക് 6,000 രൂപയും മറ്റ് സൊസൈറ്റികൾക്ക് അതായത് ഏതൊക്കെ വരും? ക്ലാസ് 6, ക്ലാസ് 7 സൊസൈറ്റികൾ വരും. അങ്ങനെയാണെങ്കിൽ 5,000 രൂപയായിരിക്കും ഫൈനായിട്ട് ഈടാക്കേണ്ടി വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നോക്കിയേ, റൂൾ 33 സബ് റൂൾ 4ൽ എന്താ പറയുന്നത്? എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഷുഡ് പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. എന്താണ് ലിസ്റ്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്? മെമ്പേഴ്സിന്റെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. എന്ന് പ്രിപ്പയർ ചെയ്യണം? ലാസ്റ്റ് ഡേ ഓഫ് എവറി കോപ്പറേറ്റീവ് ഇയർ. എന്നാണ് ലാസ്റ്റ് ഡേ ഓഫ് എവറി കോപ്പറേറ്റീവ് ഇയർ? CCB എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. എന്നാണ് ഈ മെമ്പേഴ്സിന്റെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് CCB എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. എന്നാണ്? ലാസ്റ്റ് ഡേ ഓഫ് എവറി കോപ്പറേറ്റീവ് ഇയർ. ഓക്കെ, മറക്കരുത്. എന്നാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? കോപ്പറേറ്റീവ് ഇയറിന്റെ ഏറ്റവും അവസാനത്തെ ദിവസം. ഒരു കോപ്പറേറ്റീവ് ഇയറിന്റെ ഏറ്റവും അവസാനത്തെ ദിവസമാണ് എന്ത് പ്രിപ്പയർ ചെയ്യേണ്ടത്? ലിസ്റ്റ് ഓഫ് മെമ്പേഴ്സ്. മെമ്പേഴ്സിന്റെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളും നിർബന്ധമായും എന്ത് ചെയ്തിരിക്കണം? കോപ്പറേറ്റീവ് ഇയറിന്റെ ഏറ്റവും അവസാനത്തെ ദിവസം, അതായത് നമ്മുടെ കോപ്പറേറ്റീവ് ഇയർ എന്ന് പറഞ്ഞാൽ ഏത് മുതൽ ഏത് വരെയാണ്? ഏത് മുതലാണ്? നമ്മുടെ April 1 മുതൽ March 31 വരെയാണ് എന്ത് കോപ്പറേറ്റീവ് ഇയർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഈ കോപ്പറേറ്റീവ് ഇയറിന്റെ അതായത് ഈ March 31 തന്നെ എന്ത് ചെയ്യണം? March 31 തന്നെ എന്ത് ചെയ്യണം?
എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളും അവരുടെ മെമ്പേഴ്സിന്റെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. എന്നാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? കോപ്പറേറ്റീവ് ഇയറിന്റെ ഏറ്റവും അവസാനത്തെ ദിവസം. കോപ്പറേറ്റീവ് ഇയറിന്റെ ഏറ്റവും അവസാനത്തെ ദിവസം എന്ന് പറയുമ്പോൾ ഏത് ദിവസം വരും? മാർച്ച് 31 വരും അല്ലെ? അപ്പൊ ഈ ദിവസം എന്ത് ചെയ്യണം? കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ നിലവിലുള്ള മെമ്പേഴ്സിന്റെ ഒരു ലിസ്റ്റ്, എത്ര മെമ്പേഴ്സ് ആണ് അവിടെ ഇപ്പോൾ നിലവിലുള്ളത്, നമ്മൾ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അറിയാലേ, ചിലർ എന്താണ് മരണപ്പെട്ടു പോയിട്ടുണ്ടാവാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഷെയർ വിഡ്രോ ചെയ്ത് പോയിട്ടുണ്ടാവാം, ഇല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുണ്ടാവാം. അങ്ങനെ നോക്കി കഴിഞ്ഞതിന് ശേഷം നിലവിൽ ഇപ്പോൾ സൊസൈറ്റികളിൽ എത്ര മെമ്പറാണ് ബാക്കിയുള്ളത്, അങ്ങനെയുള്ള ലിസ്റ്റ് ഓഫ് മെമ്പേഴ്സ് പ്രിപ്പയർ ചെയ്യണം. മെമ്പേഴ്സിന്റെ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. എന്നാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? മറക്കരുത്. എന്നാണ്? കോപ്പറേറ്റീവ് ഇയറിന്റെ ഏറ്റവും അവസാനത്തെ ദിവസം, ലാസ്റ്റ് ഡേ ഓഫ് എവറി കോപ്പറേറ്റീവ് ഇയർ. ഓക്കെ, ലാസ്റ്റ് ഡേയിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ലിസ്റ്റ് ആർക്ക് കാണിച്ചു കൊടുക്കുകയും കൂടി വേണം? ഓപ്പൺ ഇൻസ്പെക്ഷന്, ഫ്രീ ഓഫ് കോസ്റ്റില് ഓപ്പൺ ഇൻസ്പെക്ഷന് നമ്മൾ കൊടുക്കുകയും കൂടി വേണം. 19B നമ്മൾ പഠിച്ചു അല്ലേ, റൈറ്റ് ടു ഇൻഫർമേഷൻ. റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അതിൽ വരും അല്ലെ, മെമ്പേഴ്സിന്റെ ലിസ്റ്റ് എന്താണ് നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ സൊസൈറ്റിയിൽ നിന്നും എടുക്കാവുന്നതാണ്. ഓക്കെ, അങ്ങനെ എന്താണ് ഫ്രീ ഓഫ് കോസ്റ്റിൽ ഇത് മെമ്പേഴ്സിന് അവൈലബിൾ ആക്കി കൊടുക്കുകയും കൂടി വേണം, കാണിച്ചു കൊടുക്കുകയും കൂടി വേണം. ഓക്കെ, അപ്പൊ എന്താണ് പറഞ്ഞത്? റൂൾ 33(4) എന്താണ് പറഞ്ഞത്? എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളും കോപ്പറേറ്റീവ് ഇയറിന്റെ ഏറ്റവും അവസാനത്തെ ദിവസം, ഇവിടുത്തെ മെയിൻ പോയിന്റ് ആണ് എന്ത്? ഈ ലാസ്റ്റ് ഡേ ഓഫ് കോപ്പറേറ്റീവ് ഇയർ. ഓക്കെ, അത് മറക്കരുതേ. ലാസ്റ്റ് ഡേ, കോപ്പറേറ്റീവ് ഇയറിന്റെ ഏറ്റവും ലാസ്റ്റ് ഡേ എന്ത് ചെയ്യണം? ഫ്രീ ഓഫ് പ്രിപ്പയർ ചെയ്യുകയും അത് ഫ്രീ ഓഫ് കോസ്റ്റില് എന്താണ് മെമ്പേഴ്സിന് അവൈലബിൾ ആക്കി, ഇൻസ്പെക്ഷൻ അവൈലബിൾ ആക്കി കൊടുക്കുകയും കൂടി വേണം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ എന്താണ് പഠിച്ചത്? റൂൾ 33യും അതുമായി ബന്ധപ്പെട്ട് വരുന്ന അമെന്റ്മെന്റ്സും ആണ് പഠിച്ചത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയും അമെന്റ്മെന്റ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ, പ്രത്യേകിച്ച് ഫൈനിന്റെ ഒക്കെ അമെന്റ്മെന്റ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉള്ള ഒരു മേഖലയാണ് എന്ത്? ഈ റൂൾ 33 എന്ന് പറയുന്നത്. നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കിയാലോ, എന്താണ് റൂൾ 33യിൽ പറയുന്നതെന്ന് ഒന്ന് ഓടിച്ചൊന്ന് നോക്കിയേ. എന്താണ് റൂൾ 33 എന്ന് പറയുന്നത്? സ്റ്റേറ്റ്മെന്റ് ഓഫ് റിട്ടേൺസ് ഫർണിഷ്ഡ് ബൈ സൊസൈറ്റി. അതുമായി ബന്ധപ്പെട്ട് വരുന്ന കൺസേൺ സെക്ഷൻ ആണ് ഏത്? സെക്ഷൻ 66C എന്ന് പറയുന്നത്. സബ്മിഷൻ ഓൺ റിട്ടേൺസ് ടു ദി രജിസ്ട്രാർ. വേറൊന്നുമില്ല, എന്താണ്? എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളും അവരുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് റിട്ടേൺസുകൾ, കമ്മിറ്റി അപ്രൂവ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓഫ് റിട്ടേൺസുകൾ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ ആർക്ക് സബ്മിറ്റ് ചെയ്യണം? രജിസ്ട്രാറിന് സബ്മിറ്റ് ചെയ്യണം. ഏതൊക്കെ റിട്ടേൺസുകളാണ് ഇത്തരത്തിൽ സബ്മിറ്റ് ചെയ്യേണ്ടത്? ഒന്നെന്താണ്? ആനുവൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം, ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് സബ്മിറ്റ് ചെയ്യണം, അതുപോലെ റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട്, ജനറൽ ബോഡിയും കമ്മിറ്റിയും അപ്രൂവ് ചെയ്തിട്ടുള്ള റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്താണ്? ക്രെഡിറ്റ് ആക്ടിവിറ്റികളുടെ ക്വാർട്ടർലി റിട്ടേൺസ് സർട്ടിഫൈ ചെയ്തത്? സെക്രട്ടറി അപ്രൂവ് ചെയ്ത അല്ലെങ്കിൽ സെക്രട്ടറി സർട്ടിഫൈ ചെയ്ത ക്രെഡിറ്റ് ആക്ടിവിറ്റികളുടെ ക്വാർട്ടർലി റിട്ടേൺസ് നമ്മൾ രജിസ്ട്രാറിന് സബ്മിറ്റ് ചെയ്യണം. പിന്നെ എന്താണ്? എന്തെങ്കിലും ഡിസ്പോസൽ ഉണ്ടെങ്കിൽ എന്തെങ്കിലും സർപ്ലസ് ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു പ്ലാനും കൂടി എന്ത് ചെയ്യണം? നമ്മൾ സബ്മിറ്റ് ചെയ്യണം. പിന്നെ ആ വർഷം എന്തെങ്കിലും അമെന്റ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണം. അതുപോലെ ജനറൽ ബോഡി, അതായത് എന്താണ്, ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ജനറൽ ബോഡി കൂടുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ ജനറൽ ബോഡിയിൽ എടുക്കുന്ന ഡിക്ലറേഷൻ എന്തൊക്കെയാണ് എന്ന് നമ്മൾ രജിസ്ട്രാറിനെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ മെമ്പേഴ്സിന്റെയും എംപ്ലോയീസിന്റെയും അവരുടെ ഫാമിലി മെമ്പേഴ്സിന്റെയും ലൈബിലിറ്റീസ്, ആ പ്രീവിയസ് ഇയറിലുള്ള ലൈബിലിറ്റീസിന്റെ ലിസ്റ്റും കൂടി നമ്മൾ കൊടുക്കണം. ഇതൊന്നും കൂടാതെ മറ്റെന്തെങ്കിലും ഇൻഫർമേഷൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, രജിസ്ട്രാർ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി എന്താണ് പറഞ്ഞത്? ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഓഫ് റിട്ടേൺസുകൾ ആരാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. ആരാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? സൊസൈറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. എന്നാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഫിനാൻഷ്യൽ ഇയർ അവസാനിച്ച് 1 മാസത്തിനുള്ളിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, ഈ 2 പോയിന്റ് ആണ് അതിനകത്തുള്ളത്. ഈ പ്രിപ്പയർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? നമ്മളിത് കമ്മിറ്റിക്ക് കൊടുക്കണം. കമ്മിറ്റി ഇത് എന്ത് ചെയ്യും? വെരിഫൈ ചെയ്യും, സർട്ടിഫൈ ചെയ്യും. എന്നതിന് ശേഷം എന്ത് ചെയ്യും? അത് DCAയ്ക്കും അല്ലെങ്കിൽ DCA ഓതറൈസ് ചെയ്യുന്ന വ്യക്തിക്ക്, അതായത് ഓഡിറ്ററിനും എന്ത് ചെയ്യും? ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കും. അതുപോലെ തന്നെ ഈ സ്റ്റേറ്റ്മെന്റുകളെല്ലാം ആർക്ക് നമ്മൾ കൊടുക്കും? 33യിൽ നമ്മൾ പറഞ്ഞു വന്ന കാര്യമാണ്. എന്താണ്? രജിസ്ട്രാറിനും സബ്മിറ്റ് ചെയ്യും. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്? ഇത്തരത്തിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ്? ഫൈനാണ്, പെനാൽറ്റി ഈടാക്കും. സെക്ഷൻ 94 സബ്സെക്ഷൻ 4 പ്രകാരം 10,000 രൂപയാണ് ചീഫ് എക്സിക്യൂട്ടീവിൽ നിന്നും മാക്സിമം ഈടാക്കാൻ പറ്റുന്ന പെനാൽറ്റി. ഓക്കെ, എന്നിട്ട് എന്താണ് പറഞ്ഞത്? ഇത്തരത്തിൽ സൊസൈറ്റി സ്റ്റേറ്റ്മെന്റ് ഓഫ് റിട്ടേൺസുകൾ പ്രിപ്പയർ ചെയ്യുന്നതിന് പരാജയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? രജിസ്ട്രാർ ഒരു വ്യക്തിയെ ഓതറൈസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഓഫ് റിട്ടേൺസുകളെല്ലാം പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കോസ്റ്റും ആരാണ് വഹിക്കേണ്ടത്? രജിസ്ട്രാർ ആണോ വഹിക്കേണ്ടത്? അല്ലല്ലേ. ആരാണ് വഹിക്കേണ്ടത്? സൊസൈറ്റി തന്നെ വഹിക്കണം. സൊസൈറ്റിയുടെ വീഴ്ച കാരണമാണ് എന്ത്? രജിസ്ട്രാറിന് ഇങ്ങനെ ഒരാളെ അപ്പോയിന്റ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഇതിന്റെ കോസ്റ്റ് ആര് തന്നെ വഹിക്കേണ്ടി വരും? സൊസൈറ്റി തന്നെ വഹിക്കേണ്ടതായിട്ട് വരും. പിന്നെ എന്താണ് പറഞ്ഞത്? നമ്മുടെ റൂൾ 33(3) നിങ്ങൾ ഒരു കാരണവശാലും മറക്കരുത്. ചോദിക്കാൻ 100% ഉറപ്പുള്ള ഒരു ക്വസ്റ്റൻ ആണ് എന്ത്? ഈ റൂൾ 33(3)യിൽ നിന്നുള്ള ഫൈൻ. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, മറക്കരുത്. എന്താണ്? നമ്മളെ സ്റ്റേറ്റ്മെന്റ് ഓഫ് റിട്ടേൺസ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്ന ഒരു റിട്ടേൺ ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ചീഫ് എക്സിക്യൂട്ടീവ് സർട്ടിഫൈ ചെയ്തിട്ടുള്ള ക്രെഡിറ്റ് ആക്ടിവിറ്റികളുടെ ക്വാർട്ടർലി റിട്ടേൺസ്. ഇങ്ങനെ കൊടുക്കുന്ന ക്വാർട്ടർലി റിട്ടേൺസ്
കൊടുക്കാതിരുന്നാൽ, ഓക്കെ, ഇങ്ങനെ ക്വാർട്ടർലി റിട്ടേൺസ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാതിരുന്നാൽ സൊസൈറ്റികൾക്ക് ഫൈൻ ഈടാക്കും. എന്താണ്, ക്ലാസ് 1 മുകളിലേക്കുള്ള സൊസൈറ്റികളാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ വരും അതിൽ? ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ്, ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ്, ക്ലാസ് 1 ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ 10,000 രൂപയാണ് ഫൈൻ വരുന്നത്. പിന്നെ ക്ലാസ് 2 ക്ലാസ് 3 സൊസൈറ്റികളാണെങ്കിൽ 8,000 രൂപ വരും. ക്ലാസ് 4 ക്ലാസ് 5 സൊസൈറ്റികളാണെങ്കിൽ എത്ര വരും? 6,000 രൂപ വരും. എനി അതർ സൊസൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും? ക്ലാസ് 6ഉം ക്ലാസ് 7ഉം വരും. ഓക്കെ, അങ്ങനെയുള്ള ക്ലാസ് 6 ക്ലാസ് 7 സൊസൈറ്റികൾക്ക് എത്ര, അല്ലെങ്കിൽ എനി അതർ സൊസൈറ്റികൾക്ക് 5,000 രൂപയാണ് ഫൈൻ ആയിട്ട് വരുന്നത്. ഒരു കാരണവശാലും മറക്കരുത്. അപ്പൊ ഇങ്ങനെ ക്വാർട്ടർലി റിട്ടേൺസ് സബ്മിറ്റ് ചെയ്തില്ലെങ്കിലുള്ള ഏറ്റവും മാക്സിമം പെനാൽറ്റി എത്രയാണ്, അല്ലെങ്കിൽ ഫൈൻ എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 10,000 ആണ് കേട്ടോ. 10,000 രൂപയിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല? വാങ്ങിക്കാനായിട്ട് പാടില്ല. പിന്നെ റൂൾ 33(4) എന്താണ് പറയുന്നത്? എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളും അവരുടെ ഫിനാൻഷ്യൽ ഇയറിന്റെ ഏറ്റവും അവസാനത്തെ ദിവസം എന്ത് ചെയ്യണം? മെമ്പേഴ്സിന്റെ, അല്ലെങ്കിൽ ഇപ്പൊ നിലവിലുള്ള മെമ്പേഴ്സിന്റെ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. അത് എന്ത് ചെയ്യും വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്പെക്ഷന് വേണ്ടി ഫ്രീ ഓഫ് കോസ്റ്റിൽ അത് എന്ത് ചെയ്യും വേണം? അവൈലബിൾ ആക്കി കൊടുക്കുകയും കൂടി വേണം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ മറക്കാതെ പഠിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റൂളാണ്. അതിൽ അമെന്റ്മെന്റ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു മേഖലയാണ്. ഓക്കെ, അപ്പൊ കൃത്യമായി മനസ്സിലാക്കി പഠിക്കുക. താങ്ക്